ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മള് SCRT സീരീസിൽ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിനകത്ത് നമ്മൾ 7ാം ക്ലാസ്സിലെ സയൻസിലെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 3ാമത്തെയും 4ാമത്തെ ചാപ്റ്റേഴ്സ് ആണ്. കാര്യമാണ്, 3ാമത്തെ ചാപ്റ്ററിൽ വളരെ കണ്ടന്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. ആ ഭാഗങ്ങൾ മാത്രം ആ ഭാഗത്ത് നിന്ന് പരിചയപ്പെട്ടു പോവുക. അത് മാത്രമേ നമ്മളെ PSC പരീക്ഷയിൽ ചോദിക്കാറുള്ളൂ. പക്ഷേ അടുത്താണ് 4ാമത്തെ ചാപ്റ്ററിലാണ് കുറച്ചുകൂടി കണ്ടന്റ് ഉള്ളത്. നമുക്ക് ആ ഭാഗങ്ങൾ 2 ചാപ്റ്റേഴ്സും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. കൃത്യമായിട്ട് ആ ഭാഗങ്ങളൊന്ന് പരിചയപ്പെട്ടു പോയാലോ. നോക്കി, ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് 3ാമത്തെ ചാപ്റ്ററിന്റെ പേര് വൈദ്യുതിയുടെ ലോകം എന്നതാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത് വിവിധ വൈദ്യുത സ്രോതസ്സുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം മനസ്സിലാക്കി വെക്കുക, എന്താണ് ഒരു വൈദ്യുത സ്രോതസ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെച്ചോളണം. ഇതാ വൈദ്യുത സ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വൈദ്യുത സെല്ലുകള്, ജനറേറ്ററുകള്, സോളാർ സെല്ലുകള് തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങൾ ഉണ്ടാവില്ലേ, ആ സംവിധാനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്, വൈദ്യുത സ്രോതസ്സുകൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇല്ല. വൈദ്യുത സ്രോതസ്സുകൾ എന്താന്നുള്ള കാര്യം അവിടെ പരിചയപ്പെട്ടു പോകുന്നു. പിന്നെ അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് പ്രീവിയസ് ആയിട്ട് മുമ്പ് ചോദിച്ച കാര്യമാണ് CFLന്റെ ഫുൾ ഫോം കേട്ടോ. CFLന്റെ ഫുൾ ഫോം ഇതാണ്, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്നാണ്. ഏതിന്റെ ഫുൾ ഫോം? CFLന്റെ ഫുൾ ഫോം. അതേപോലെ തന്നെ LED ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോം എങ്ങനെയാണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. കാണാമല്ലോ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. CFL എന്ന് പറയുന്നത് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. ഈ 2 പദങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ള ഫുൾ ഫോമുകൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഒരു വൈദ്യുത സർക്യൂട്ട് എന്താണെന്നുള്ള കാര്യമാണ് അടുത്തായിട്ട് പാഠപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണങ്ങളിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണത്തിനെ വിളിക്കുന്ന പേരാണ് വൈദ്യുത സർക്യൂട്ട്. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട് എന്നുള്ള കാര്യം അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ വൈദ്യുത സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ച് പോകണം. വലിയ പോയിന്റുകളൊന്നും അല്ലേ. ഇതാ വൈദ്യുത സ്രോതസ് ഉണ്ടാവും, ചാലക കമ്പി ഉണ്ടാവും, ഒരു വൈദ്യുത ഉപകരണം ഉണ്ടാവും. ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഒരു വൈദ്യുത സർക്യൂട്ടിൽ ഉണ്ടാവുക. ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റുകളൊക്കെ ഉള്ളൂ. ഓക്കെ, പക്ഷെ അടുത്തായിട്ട് ഈ ഭാഗം ഒന്ന് പരിചയപ്പെട്ട് നിങ്ങൾ ഇതാ അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും എന്നൊരു ഭാഗം നമ്മൾ പരിചയപ്പെടുകയാണ്. അതായത് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം അടഞ്ഞ സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, സർക്യൂട്ട് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതിനെ തുറന്ന സർക്യൂട്ട് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കി വെക്കേണ്ടത് അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമാണ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, എന്താണെന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിക്കോളും. ഇപ്പം ജസ്റ്റ് അടഞ്ഞ സർക്യൂട്ട് തുറന്ന സർക്യൂട്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടഞ്ഞെന്ന് പറഞ്ഞാല് അതെന്താ, അടഞ്ഞ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടാവണം. ഓക്കെ, പൂർത്തിയായിട്ടില്ലെങ്കിൽ അതെന്ത് പറയാം, തുറന്ന സർക്യൂട്ട് എന്ന രീതിയിൽ പറയാം. ഈ 2 പദങ്ങൾ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുന്നു, അത്ര മാത്രമാണ് ആ ഭാഗത്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ അടുത്തായിട്ട് സ്വിച്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് അടഞ്ഞതാകുന്നു. ഓഫ് ആക്കുമ്പോൾ അത് തുറന്നതാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സർക്യൂട്ട് തുറന്നതാകാനും ഓൺ ആക്കി ഓഫ് ആക്കാൻ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, കിട്ടിയോ? തുറന്നു കിടക്കുകയാണ്, ഓൺ ആക്കുമ്പോൾ എന്താണ്, അടഞ്ഞതാകാണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് സർക്യൂട്ട് തുറന്നാകുന്നു. ചിത്രത്തിൽ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഇതാ ഈ രീതിയിൽ ഒരു നമ്മളൊരു സ്വിച്ചിന്റെ ചിത്രം ഒന്ന് പരിചയപ്പെടുന്നു. സ്വിച്ച് ഇതാ നോക്കി, നിങ്ങളെ സ്വിച്ചിന്റെ ചിത്രം എന്ന് പറയുന്നത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിലേക്ക് ഇതില്ലേ സർക്യൂട്ട് ഇവിടെ ഇതാ ഒരു സ്വിച്ചിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ സ്വിച്ച് ഓൺ അല്ല കേട്ടോ. ഇതാ ഇതും ഈ സംഭവവും കൂടെ ടച്ച് ചെയ്യുന്ന സമയത്താണ് സ്വിച്ച് ഓൺ ആകുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ കണ്ടോ, ഈ രീതിയിൽ ഇത് ഓഫ് ആണ്, ഈ സമയത്ത് ഇത് ഓൺ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സർക്യൂട്ട് 1 ഓഫ് ആണ്, സർക്യൂട്ട് 2 അതെന്താ, അത് ഓൺ ആണ്. ഈ 2 കാര്യങ്ങൾ ആ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ. ഞാൻ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം ഇതാണ്. സ്വിച്ച് ഓൺ ആക്കി നിൽക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാണ്. അപ്പോൾ
ഓണായിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ടും കൂടി ടച്ച് ആവുന്നില്ലേ, രണ്ട് പോയിന്റുകൾ തമ്മിൽ ടച്ച് ആവുന്നില്ലേ? അപ്പൊ ഈ രീതിയിൽ ഇവിടെ ഒരു അടഞ്ഞതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങോട്ടേക്ക് കടന്നു പോകാൻ പറ്റില്ല. പക്ഷെ ഇതും തമ്മിൽ ടച്ചിങ് ഇല്ലാത്ത രീതിയിലാണ് ഓഫ് ആക്കുന്ന സമയത്ത് ഇതിലൂടെ ഇങ്ങോട്ട് കടന്നു പോകാൻ പറ്റൂലേ? ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരു വാതിലൊക്കെ തുറന്ന് കിടക്കുന്ന പോലെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാകുന്നു, ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു. കിട്ടിയല്ലോ. പിന്നെ അടുത്തായിട്ട് വിവിധ സ്വിച്ചിനെ കുറിച്ചൊക്കെ പാഠപുസ്തകത്ത് പറയുന്നുണ്ട്, വേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാ, ചാലകങ്ങൾ എന്നുള്ളൊരു പോയിന്റ്. ചാലകങ്ങൾ, അതേപോലെ തന്നെ ഇൻസുലേറ്റേഴ്സ്. അതായത് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ഉണ്ടാവും അല്ലെ, അതിനെയാണ് ചാലകങ്ങൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലോഹങ്ങള്, അതായത് ഇരുമ്പ്, അതേപോലെ സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം. ഓക്കെ, ഈ സംഭവങ്ങളൊക്കെ എന്താണ്? അത് ചാലകങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. പക്ഷെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെയാണ് എന്ത് പറയുന്നത്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് പോയിന്റുകളും കിട്ടിയോ? എന്താണ് ചാലകങ്ങൾ, എന്താണ് ഇൻസുലേറ്റേഴ്സ്? അപ്പൊ ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ഒന്ന് പഠിക്കാം. നോക്കിയേ, ഇതാ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി. ഓക്കെ, ഉണങ്ങിയ മരക്കഷ്ണം ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഉണങ്ങിയ മരക്കഷ്ണം എന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ആ രീതിയിലൊക്കെയാണ് അത് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ലോഹങ്ങൾ ഒരുവിധമൊക്കെ എന്താണ്? ചാലകങ്ങളാന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറയുന്ന കാര്യം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ്. ഓക്കെ, സാധാരണ അന്തരീക്ഷ താപനിലയിൽ എന്താണ്? ഖരാവസ്ഥയിലാണ്. എന്നാൽ മെർക്കുറിന്റെ കാര്യമാണെങ്കിൽ, രസത്തിന്റെ കാര്യമാണെങ്കിൽ അത് ദ്രാവകാവസ്ഥയിൽ ഉണ്ടാവുക. സാധാരണ അന്തരീക്ഷ താപനിലയിൽ എങ്ങനെ ഉണ്ടാവുക? അത് ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആ രീതിയിലൊരു പോയിന്റും കൂടെ ഇവിടെ പറയുന്നുണ്ട്. ചോദിക്കാറുണ്ട് PSC ആ രസത്തിനെ അല്ലെങ്കിൽ മെർക്കുറിയെ കുറിച്ച് PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, അടുത്ത പാഠപുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യം വൈദ്യുത ഷോക്കായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. ഓക്കെ, ഈ വൈദ്യുത ഷോക്കേറ്റ് കഴിഞ്ഞാൽ മരണം സംഭവിക്കാറുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള മരണത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഹൃദയാഘാതമാണ് എന്തിന് കാരണമായിട്ട് മാറുന്നത്? ഷോക്കേറ്റാല് മരണ കാരണമായിട്ട് മാറുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ആ രീതിയിൽ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചുള്ള. അതായത് വൈദ്യുത ഷോക്കേറ്റ് കഴിഞ്ഞാൽ മരണത്തിന് ഇടയാക്കുന്ന കാരണം എന്ന് പറയുന്നത് ഹൃദയാഘാതമാണ്. അത്രയും കാര്യങ്ങളാണ് പാഠപുസ്തകത്തിൽ മെയിൻ ആയിട്ടും ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ചാപ്റ്റർ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. 4ാമത്തെ ചാപ്റ്റർ കേട്ടോ. മൊത്തത്തിൽ 5 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ 3 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. 4ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്ന രീതിയിലൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന കാര്യം ഇതാണ്, എന്താണ് സുതാര്യ വസ്തു, എന്താണ് അധാര്യ വസ്തു, എന്താണ് അർദ്ധധാര്യ വസ്തു. അപ്പൊ മനസ്സിലാക്കി വെച്ചോളണം. ഇവിടെ പ്രകാശത്തിലേക്ക് മാറി നമ്മൾ അല്ല. അപ്പൊ പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കള് അതിനെ സുതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, കടത്തിവിടാത്തതിനെ അധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു. അധാര്യം. ഓക്കെ, അധാര്യം കടന്നു പോവില്ല, സുതാര്യം സുഖമായിട്ട് കടന്നു പോകുന്നത്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അത്തരത്തിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ആ 3 വസ്തുക്കൾ ഇട്ടല്ലോ. സുതാര്യം കടന്നു പോകുന്നത്, സുഖമായിട്ട് കടന്നു പോകുന്നത്, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അധാര്യം കടന്നു പോകില്ല. ഓക്കെ, ഇനി അർദ്ധധാര്യം അത് പകുതി ഭാഗികമായിട്ട് മാത്രം കടന്നു പോകുന്നത്. ആ വസ്തുക്കളാണ് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെക്കേണ്ടത്. സിമ്പിൾ അല്ലേ ഫാക്ടുകൾ? സിമ്പിൾ ആണ്. ഓക്കെ, ആ കാര്യം ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അടുത്തായിട്ട് കുട്ടികളുടെ അധിക വായനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം കൂടി നമ്മൾ പരിചയപ്പെട്ടു പോകുന്നു. അതായത് ദ ഇൻവിസിബിൾ മാൻ എന്നൊരു നോവൽ ഉണ്ട്. അങ്ങനെ ആ നോവലിന്റെ രചയിതാവിന്റെ പേര് മനസ്സിലാക്കി വെച്ചോളാം. H.G. വെൽസ്. ഒരുപക്ഷെ നമുക്ക് സാഹിത്യ രംഗത്തുള്ള ചോദ്യത്തിന് ഈ ഭാഗം ഒരുപക്ഷെ ചോദിക്കാം. ഓക്കെ, ദ ഇൻവിസിബിൾ മാൻ എന്നുള്ള കൃതി രചിച്ചിരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് H.G. വെൽസ്. ഓർത്ത് വെച്ചോളണേ. നെക്സ്റ്റ് അടുത്ത കാര്യം, അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ ആണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കഥാപാത്രം. ഓർത്ത് വെക്കേണ്ട കാര്യം, കൃതിയുടെ പേര് ദ ഇൻവിസിബിൾ മാൻ, രചിച്ചിരിക്കുന്നത് H.G. വെൽസ് ആണ്. അതിൻ്റെ അകത്ത് കഥാപാത്രമായിട്ട് വരുന്ന ആണ് ആര്? ഗ്രിഫിൻ എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ചാപ്റ്ററിന്റെ പേരിനകത്തുള്ള ആ പ്രതിപതനം എന്ന് പറയുന്ന കാര്യമില്ലേ,
പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ടേമാണ് ഏറ്റവും നല്ലത്. പ്രതിപതനത്തിന്റെ ഇംഗ്ലീഷ് ടേം റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാലോ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും വസ്തുക്കളെ തട്ടിയിട്ട് പ്രകാശം തിരിച്ചു വരുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രതിപതനം. റിഫ്ലക്ഷൻ എന്നുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കിട്ടിക്കോളും. എന്താണെന്ന് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പ്രകാശം വസ്തുക്കളെ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. റിഫ്ലക്ഷൻ എന്ന രീതിയിലുള്ള ടേം ആണ് മനസ്സിലേക്ക് കയറേണ്ടത്. ഓക്കെ, പക്ഷെ അടുത്തായിട്ട് ഈ പ്രതിപതനം രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തത് ക്രമപ്രതിപതനം, രണ്ടാമത്തത് വിസരിത പ്രതിപതനം. രണ്ട് പ്രതിപതനങ്ങള്, ഒന്ന് ക്രമപ്രതിപതനവും അടുത്തായിട്ട് വിസരിത പ്രതിപതനവും. ക്രമം എന്താന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ. ക്രമം സംഭവിക്കാറുള്ളത് മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം തട്ടുന്ന സമയത്താണ്. ആ കാര്യമാണ് ആദ്യം മനസ്സിലേക്ക് കയറേണ്ടത്. അപ്പൊ മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടിയിട്ട് പ്രകാശം ക്രമമായിട്ട് പ്രതിപദിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രമപ്രതിപതനം. വിസരിത പ്രതിപതനം എന്ന് പറയുമ്പോൾ മിനുസമല്ലാത്ത പ്രതലങ്ങളാണ് എന്നുള്ള കാര്യമല്ലോ. ക്രമമാണെങ്കിൽ ആ പ്രതലം എന്തായിരിക്കണം? അത് മിനുസമുള്ള പ്രതലമായിരിക്കണം. ഓക്കെ, മിനുസമല്ലാത്ത പ്രതലമാണെങ്കിൽ വിസരിതായിരിക്കും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റർ ചെയ്ത് പോകും അല്ല. ആ രീതിയിലാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. ആ രീതിയിലാണ് ഏതിനെ മനസ്സിലാക്കി വെക്കേണ്ടത്? വിസരിത പ്രതിപതനത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതായത് റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന രണ്ട് ടേമുകളാണ് ആ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോയത്. ഒന്നുമില്ല, മിനുസമാണോ അല്ലയോ നോക്കിയാൽ മതി. ആ കാര്യം മാത്രമാണ് ആ ഭാഗത്തിലൂടെ പരിചയപ്പെട്ടു പോകാനുള്ളത്. സിമ്പിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയാന്ന് നോക്കിക്കോ. ഇതാ ഒന്നാമത്തെ കാര്യം, ഒരു പതനരശ്മി നിങ്ങൾക്ക് കാണാമല്ലോ. അതായത് ഒരു ദർപ്പണത്തിലേക്ക് പതിക്കുന്ന രശ്മിനെ നമുക്ക് ഇന്ന് വിളിക്കാം പതനരശ്മി എന്ന് വിളിക്കാം. ഓക്കെ, അത് ദർപ്പണത്തിൽ തട്ടിയിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രതിപതന രശ്മി എന്ന് വിളിക്കാം. കണ്ടില്ല, ഇതാ പ്രതിപതന രശ്മി തിരിച്ചു പോവുകയാണ്, തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. ഓക്കെ, പ്രതിപതനം സംഭവിച്ച് തിരിച്ചു പോവുകയാണ്, റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇതാ ഈ തട്ടുന്ന ഈ സ്ഥലമില്ലേ. ഓക്കെ, അതായത് പതനരശ്മി എവിടെയാണോ ദർപ്പണത്തിൽ തട്ടുന്നത് ആ ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് പതന ബിന്ദു. പതന ബിന്ദു എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ഈ പതന ബിന്ദുവിന് കുത്തനെ ഒരു വര വരച്ചിട്ടില്ലേ, ലംബമായിട്ടൊരു വര വരച്ചത്, അതിനാണ് ലംബം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലംബം എന്നുള്ളൊരു രേഖ അവിടെ കാണാം. ഓക്കെ, പതന രശ്മി കാണാം, പ്രതിപതന രശ്മി കാണാം, ഒരു ലംബമായിട്ടൊരു വര കാണാം, അതേപോലെ തന്നെ ഒരു ബിന്ദുവും ഇവിടെ കാണാം. അതായത് അതാണ് ഏത്? പതന ബിന്ദു എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത്. കിട്ടിയോ? ഇനി അടുത്തായിട്ട് ആ ഭാഗത്തിലൂടെ രണ്ട് കാര്യം കൂടി മനസ്സിലാക്കി വെച്ചോളണം. ഒന്ന് പതന കോണും പ്രതിപതന കോണും. ഇത് നോക്കിയേ നിങ്ങള്, ഇതാ ഈ പതന രശ്മിയും അതേപോലെ തന്നെ ലംബവും ഈ കോണില്ലേ, ഇതാ ഈ ഭാഗമില്ലേ, ഈ കോണിനെയാണ് പതന കോൺ എന്ന് വിളിക്കുന്നത്. ഇനി പ്രതിപതന രശ്മിയും ലംബവും തമ്മിലുണ്ടാക്കുന്ന കോണില്ലേ, അതിനെയാണ് എന്ത് വിളിക്കേണ്ടത്? നിങ്ങൾ പ്രതിപതന കോൺ എന്ന് വിളിക്കേണ്ടത്. അങ്ങോട്ടേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള കാര്യമാണ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചുള്ള. അപ്പൊ പതന കോൺ എന്ന് പറഞ്ഞാല് പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇനി പ്രതിപതന കോൺ എന്ന് പറഞ്ഞാല് പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണ്. ഈ രണ്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ആ ചിത്രം മനസ്സിലേക്ക് പതിപ്പിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ വസ്തുത മനസ്സിലേക്ക് പതിഞ്ഞോളും. കിട്ടിയോ കാര്യം? സിമ്പിൾ ആണ്. ആ രീതിയിൽ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. സിമ്പിൾ ആണ്, ഓർത്ത് വെച്ചോളണം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് പ്രതിപതന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ കിട്ടേണ്ട ഒന്നാമത്തെ കാര്യം, പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഓക്കെ, അതായത് വരുന്ന ആ കോണും പോകുന്ന കോണും തുല്യമായിരിക്കും. അതേപോലെ തന്നെ പതനരശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള പതന ബിന്ദുവിലേക്കുള്ള ഒരേ തലത്തിലായിരിക്കും. ഒരേ തലത്തിലല്ലേ വന്ന് മുട്ടുന്നത്? അത് ഒരേ തലത്തിലായിരിക്കും എന്നുള്ള കാര്യമാണ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു വസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ട് എന്താ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് പ്രകാശം. ഓക്കെ, പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം എന്ത് ചെയ്യുന്നു? വസ്തുക്കളെ തട്ടിയിട്ട് അത് പ്രതിപദിച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മളെ കണ്ണിലേക്ക് എത്തുന്ന സമയത്താണ് നമുക്ക് ആ വസ്തുവിനെ ദൃശ്യമാകുന്നത്. പ്രകാശം വസ്തു തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട്
നമ്മളെ കണ്ണിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ സമയത്ത് ഒരു സംശയം വരാൻ ചാൻസ് ഉള്ള കാര്യം, അപ്പൊ എങ്ങനെയാണ് ഒരു പ്രകാശ സ്രോതസ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്? സംശയം അങ്ങനെ വരാം. അപ്പൊ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, പ്രകാശ സ്രോതസ്സുകളെ നമ്മൾ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ നേരിട്ട് പതിക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് പ്രകാശ സ്രോതസ്സിനെ കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള വസ്തുക്കൾ രണ്ടെണ്ണം ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്, ഒരു പ്രകാശ സ്രോതസ്സിനെ കാണുന്നത് എങ്ങനെയാണ് എന്ന രീതിയിലുള്ള കാര്യമാണ് ഈ ബോക്സിലൂടെ പറഞ്ഞു പോകുന്നത്. SCERT വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ, ബോക്സിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യം ബോക്സ് പറയുന്നതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എങ്ങനെയാണ് നമ്മൾ ഒരു വസ്തു കാണുന്നത്, അതേപോലെ ഒരു പ്രകാശ വസ്തുവിനെ കാണുന്നത്. കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്ത പോയിന്റ്, പാർഷിക വിപര്യം എന്നൊരു പോയിന്റ്. പാർഷിക വിപര്യം. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മളൊരു കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുഖം, ഓക്കെ, നമ്മുടെ സൈഡ് വലത്തെ സൈഡ് ഇടത് സൈഡായിട്ടും ഇടത്തെ സൈഡ് വലത് സൈഡായിട്ടും കാണുന്നില്ലേ? ആ പ്രതിഭാസത്തെയാണ് നമ്മള് പാർഷിക വിപര്യം എന്ന് പറയുന്നത്. നോക്കിയേ നിങ്ങള്, ഒരു സമതല ദർപ്പണം, വസ്തുവിന്റെ വലതു ഭാഗം പ്രതിബിംബത്തിന്റെ ഇടത് ഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതു ഭാഗവുമായിട്ടും കാണുന്നു. ഈ പ്രതിഭാസമാണ് ഏത്? പാർഷിക വിപര്യം എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. സിമ്പിൾ ആണ്, ഓർത്ത് വെച്ചോളൂ എന്താണ് പാർഷിക വിപര്യം എന്ന പോയിന്റ് കേട്ടോ. ഓർത്ത് വെച്ചോളണേ. ആ പാർഷിക വിപര്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. അടുത്ത കാര്യം നമ്മൾ നോക്കുന്നത് ഇതാ, നോക്കിയേ, സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളാണ് നോക്കുന്നത്. ഓക്കെ, ഒരു സമതല ദർപ്പണമാണെങ്കിൽ, നമ്മളെ സാധാരണ ഒരു കണ്ണാടി എടുക്കുകയാണെങ്കിൽ സമതല ദർപ്പണമാണെങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകള്, ഒന്നാമത്തത് അതിന്റെ അകത്ത് എന്തുണ്ടാവും? പാർഷിക വിപര്യം ഉണ്ടാവും. ഓക്കെ, പ്രതിബിംബത്തിന് പാർഷിക വിപര്യം സംഭവിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ സമതല ദർപ്പണത്തില് വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് ആ പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും കേട്ടോ. ആ ദൂരങ്ങൾ തമ്മിൽ എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അതേപോലെ തന്നെ അടുത്ത കാര്യം, വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. വസ്തുവിന്റെ വലിപ്പവും അതേപോലെ തന്നെ പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. 3 പോയിന്റ് കിട്ടിയോ? ഒന്നാമത്തെ കാര്യം ആ പാർഷിക വിപര്യം എന്നുള്ള സംഭവം. രണ്ടാമത്തെ പോയിന്റ് എന്താ? അത് ദൂരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ദൂരം എന്ന് പറയുന്നത് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കും ദൂരം സെയിം ആയിരിക്കും. അതേപോലെ തന്നെ വലിപ്പം, വസ്തുവിന്റെ വലിപ്പമായാലും പ്രതിബിംബത്തിന്റെ വലിപ്പമായാലും സെയിം ആയിരിക്കും. ഇത്രയും പോയിന്റുകളാണ് ആ ഭാഗത്തില് സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം എന്ന രീതിയിൽ ഒരു ഭാഗം പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. അതായത് ഒരു ദർപ്പണത്തിന്റെ മുന്നിൽ രണ്ട് ദർപ്പണത്തിന്റെ മുന്നിൽ ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു വെച്ചാൽ അത് വീണ്ടും ആവർത്തിച്ച് കാണുന്ന ആ പ്രതിപതനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അതാണ് ആവർത്തന പ്രതിപതനം എന്ന രീതി പറയുന്നത്. ഓക്കെ, ആ രീതിയിലാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. എന്താണ് ആവർത്തന പ്രതിപതനം എന്നുള്ള കാര്യത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ അടുത്തായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രീതിയിൽ പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. ഇക്വേഷൻ ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. കോണളവ് അത് എക്സ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്. അതിന്റെ അകത്ത് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 360 ഡിവൈഡഡ് ബൈ എക്സ് ചെയ്തിട്ട് കോണളവ് ചെയ്തിട്ട് -1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടിക്കോളും? പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടെത്താൻ പറ്റും കേട്ടോ. ഇക്വേഷൻ ഒക്കെ പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. 360 ഡിവൈഡ് ബൈ എക്സ് -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര എണ്ണം പ്രതിബിംബങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കിട്ടിക്കോളും. സിമ്പിൾ ആണ്, ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് പാഠപുസ്തകത്തിൽ നമുക്ക് 7ാം ക്ലാസ്സിൽ 3ഉം 4ഉം ചാപ്റ്റേഴ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 5ാമത്തെ ചാപ്റ്റർ ബയോളജിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. നമ്മൾ അത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, അത് മറ്റൊരു സമയത്ത് ഡിസ്കസ് ചെയ്യാം. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റുകൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞു പോകുന്നുണ്ട്. കൃത്യമായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്തുകൊള്ളുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.